ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അത്തല്ലേ, അപ്പൊ ഞാനിന്ന് ചുമ്മാ ആലോചിച്ച് നമുക്കിന്ന് പായസം ഉണ്ടാക്കാവുന്നു. അവര് സെയിലിങ് കഴിഞ്ഞു ഇപ്പം വന്നതേ ഉള്ളൂ. രാവിലെ ഇടാമെന്ന് ഓർത്ത് അപ്പൊ അവര് സെയിലിൽ പോയി. ഇവിടെ ചിലപ്പോ അവർക്ക് വലിയ സമയമില്ല, വന്നിട്ട് എടുക്കാന്നെല്ലാം പറഞ്ഞു. അപ്പൊ സെയില് പോകണ്ടേ നമുക്ക്? പിന്നെ ശരണ്യൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അത്തം ഇടണമെന്ന്. പക്ഷെ നമ്മുടെ മുറ്റത്ത് ഇടയൊന്നുമില്ല. ഇവര് വണ്ടി എടുത്ത് അങ്ങോട്ടോ തിരിച്ചു വരും. അങ്ങനെ ആവുമ്പോ പിന്നെ അത്ത കുളമാവത്തേ ഉള്ളു. നമുക്ക് ചെറുപഴ പായസത്തിനോട്ട് പോയാലോ? അതെ, അപ്പൊ അത്ത ഇടല് മാറ്റി വെച്ച് അപ്പൊ അത്തപ്പായസാക്കി അല്ലേ? ആ, അപ്പൊ നമുക്ക് പായസത്തിന്റെ വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ട സാധനം ഞാൻ കാണിച്ചു. പിന്നെ ഇതിപ്പോ ഇവര് ചോറുണ്ട് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു പായസം ഉണ്ടാക്കാനുള്ള സാധനം പോയി മേടിച്ചോണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ മേടിച്ചോണ്ടാണ് തേങ്ങ ഉണ്ടായിരുന്നു. എന്നാലും ഒരെണ്ണം ഇരിക്കട്ടെ, അഥവാ അല്ലെങ്കിൽ എന്നെ പിന്നെ ഓടിക്കും. പിന്നെ നെയ്യ്, പിന്നെ ശർക്കര, പിന്നെ നമ്മുടെ ചെറുപയർ, പിന്നെ ഉള്ളത് തേപ്പണത്ത് പൊരിഞ്ഞത് മുന്തിരിയും അണ്ടിപ്പരിപ്പും എല്ലാം കൂടെ. അപ്പൊ നമുക്ക് പണി തുടങ്ങാം. അതിന് കുപ്പിക്കകത്ത് ഇട്ട് വെക്കട്ടെ ഈ മുന്തിരിയെല്ലാം. അപ്പൊ ഞാൻ ചെറുപയറിന് കുക്കറിട്ട് വേവിക്കണ്ടായോ? വേവിക്കണം. പിന്നെ വേവിക്കണ്ടായോ? ഞാൻ കേട്ട വേവിക്കണ്ടായോ, വേവിക്കണം. അതിന് ഞാനിന്ന് പയറ് കഴുകി കുക്കറിനകത്ത് ഇടാൻ പോവാം. എന്നാ വേഗം ഇട്, നമുക്ക് കാണണ്ടേ? പിന്നെ തീർച്ചയായും. അങ്ങനെ കുക്കർ അടപ്പേ വെച്ച് എന്നാ കത്തിക്കേ. അപ്പൊ ചെറുപയർ വേവിക്കാൻ വെച്ച് ഇനി ശർക്കര പാനിയാക്കണം അല്ലേ? അങ്ങനെ ഞാൻ ശർക്കര തല്ലി പൊട്ടിച്ചതേ. ഓ, തല്ലി പൊട്ടിച്ച് ഇനി എന്നാ ചെയ്യും? അമ്മ എനിക്ക് പറഞ്ഞു ശരണ്യ പായസം ഇറക്കാൻ പോണ തയ്യാറെടുപ്പിലാണെന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ അമ്മ പറഞ്ഞത് ശരണ്യ പറഞ്ഞത് അത്തം ആണ്. അപ്പൊ പൂക്കളം ഇടാൻ ഞങ്ങൾക്ക് സെയില് പോകണ്ടേ? അല്ല, സെയില് പോകണം, വരയ്ക്കാൻ പറ്റിയല്ല. ഇപ്പൊ ഇത് അമ്മേനെ എനിക്ക് പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞ ശരണ്യ ഒരു പായസം വെക്കണം, അത്തം ആണ്, അപ്പൊ നമുക്ക് പൂക്കളം ഇടാൻ പറ്റത്തില്ല. അതെന്താന്ന് വെച്ചപ്പോ അത് മുറ്റത്ത് പൂക്കളം ഇട്ട വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകണം, അത് ചീത്തയിൽ പോകും എന്ന് അമ്മ എനിക്ക് പറഞ്ഞു. അപ്പൊ ശരണ്യ പറഞ്ഞിട്ടായിരിക്കും അമ്മ പറഞ്ഞത്. എവിടം വരെ അച്ഛൻ്റെ അമ്മയുടെയും പാചകം? അല്ലെ, ശരണ്യാണ് പാചകം ചെയ്യണത്. അച്ഛൻ പാചകവും മകളുടെ പാചകവും. എന്നെ പാനീയ ഇതാക്കിയാണ് ശർക്കര പാനിയാക്കുന്നു. അപ്പൊ എന്റെ സഹായം ഇവിടെ നിന്ന് പറയാൻ ശർക്കരയുടെ മണം പിടിക്കാനാ ഞാൻ. അമ്മയുടെ ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു. തേങ്ങ ചെറുക്കണം, ഞാൻ അമ്മയെ വിളിക്കാനിരിക്കുവായിരുന്നു. സംഭവം എന്തായാലും പാടില്ല തേങ്ങ തിരുമാൻ. അച്ഛന് വേണമെങ്കിൽ തേങ്ങ അല്ല ഞാൻ ചോദിച്ച് എന്റെ സഹായം വേണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ ഇതെനിക്ക് ഇളക്കാൻ ഇഷ്ടമാണ്. സാറിന് പറഞ്ഞ ശരിയാണ്. സണ്ണിയുടെ കയ്യില് ഇതിങ്ങനെ തേങ്ങ അതുകൊണ്ടാ സാറിന് പറഞ്ഞു. ഇനി ഇച്ചിരി കഴിയുമ്പോ ഇതൊന്ന് ഇറക്കി വെച്ചതാന്നൊക്കെ പറയുകയോ. അല്ല, ഷീയുടെ കൊണ്ട് അറിയോ? ഞാനാ വകുപ്പടിക്കല്ല, ഷീയുടെ കയ്യിലാണ് ചോദിച്ചു. ഞാൻ ആ ഇഞ്ചിക്കറി കൊണ്ട് ഞാൻ ടേസ്റ്റ് നോക്കലൊക്കെ നിർത്തി. അപ്പൊ അല്ല, ഈ എന്റെ കൈ കൊണ്ടിക്കോട്ടെ. മറ്റേ ഇത് അണ്ടിപ്പരിപ്പും മുന്തിരി അല്ലേ? അച്ഛൻ ആരെയാണ് പുറകാട്ട് നോക്കണം? അറിഞ്ഞില്ല. നമ്മുടെ കുക്കർ ഒന്നുകൂടി
പൈപ്പല്ല. അപ്പൊ ഈ തേങ്ങ ശരണ ഈ തേങ്ങ ഇപ്പൊ പൊട്ടിക്കാതല്ലേ ആ പൊട്ടിച്ച് ചണ്ടിക്കോ രണ്ടുപേരും കൂടെ. എന്തോ രണ്ടുപേരും. കത്തി കത്തി ഇടുന്നു. അമ്മക്ക് കൈ അഴക്കുമ്പോ അച്ഛൻ വേണം, അച്ഛന് കൈ അഴക്കുമ്പോ അമ്മ വേണം. ഇവിടെ വെച്ചിരുന്ന ഒരു സൈഡിൽ പിടിക്കും. അത് ഇടുന്നത് ഇത് ഞാൻ ചെയ്യണ്ട ഇനി ചതക്ക് ചെയ്യത്തില്ല. അതിന്റെ അറിയുമോ? ഇതിപ്പോ ഞാൻ തൂത്തെല്ലാം വാരി നല്ല ഇതായിട്ട് ഇട്ടതേ ഉള്ളൂ. ആ അതുകൊണ്ട് തിന്നെ വീഴാതിരിക്കാൻ. ഇയാളെ സൂക്ഷിക്കണം. ആ ഒരാൾ വെള്ളം കുടിക്കാൻ പാത്രമായിട്ട് വന്നിരിക്കുക. അതെ ഇത് പണ്ട് അതെ അതെ അതെ. ഇപ്പൊ 60 വയസ്സ് കഴിഞ്ഞു പോയില്ലേ, അപ്പൊ കൊച്ചായിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഉടനെ ഞാൻ തേങ്ങ എടുത്ത് എലിക്കട്ട് വെച്ചും ഞാൻ ഇതിന്റെ മൂക്ക് കളഞ്ഞില്ല. അത് പോകും പാത്രം. ആ ഞാൻ നോക്കുമ്പോ പാത്രം എടുത്തിട്ട് ആപ്പഴുത്ത് ഉള്ളി വെള്ളം ഇതിനകത്ത് കാണുന്നുണ്ട്. അതെ. കുഞ്ഞു തേങ്ങ കുഞ്ഞി തേങ്ങ എന്നാ അത് അച്ഛൻ കുടിച്ചോട്ടെ എന്ന് വിചാരിച്ചില്ല. വിചാരിച്ചില്ല. അന്നേരം ശരിയായില്ല. കാരണം എന്റെ മനസ്സിൽ ഇപ്പോഴെങ്കിൽ അവൾ കൊടുക്കണം. രാവിലെ തേങ്ങ പൊട്ടിച്ച് ഓടിച്ചെല്ലാം. ഞാൻ കൊടുത്ത് ശല്യ തേങ്ങാ പൊട്ടിക്കുമ്പോ സാധാരണ ശല്യ ഓടിക്കളയൂല, മാറിക്കളയും. അതെ അതെ ഇപ്പൊ എനിക്ക് ധൈര്യം വന്നു. ആണല്ലേ. ഇതിപ്പോ എന്ത് പറ്റിയ പേടി. അപ്പൊ അമ്മ പൊട്ടിക്കുമ്പോഴാണ് മാറുന്നത്. തേങ്ങ തേങ്ങ ചെറുതാണെങ്കിൽ നല്ല തേങ്ങ കേട്ടോ. ശരി കേട്ടു ശരി. മൂന്നാളും കേട്ടില്ലേ നോക്കും. ഞാൻ തെച്ചിട്ട് തേങ്ങ ആ അതെ ആദ്യം പറഞ്ഞു എനിക്ക് വേണ്ടായിരുന്നു. എനിക്ക് വേണ്ട. ആകപ്പാട് ഇച്ചിരി വെള്ളവും കൊണ്ട് 3 പേര് കുടിച്ച്. ഇനി അതിലില്ല, എനിക്ക് വേണ്ട. അങ്ങനെ വെറുതെ ടേസ്റ്റ് നാക്കിന് പോലും കിട്ടാനില്ല. ആ ഉണ്ടായിരുന്നു. ഈശ്വര ഇവിടെ അമ്മക്കാണ് ഭയങ്കര ഇഷ്ടം. തേങ്ങ തിരുമ്പ്. അതെ ശർക്കരപ്പാനിയാണ്. തിളച്ച് ചാടരുത്, സൂക്ഷിക്കണം. നേരാണ്. മേത്തൊക്കെ വീണ കീല് പോലെയാണ്. നമ്മള് കുടിവെള്ളം തിളച്ച് വെക്കുമ്പോഴല്ല ഇത് തിളച്ചൊന്നിച്ച് പൊങ്ങി വരും. എന്നിട്ട് അത് അരിച്ചാ മതി. തണുത്ത് കഴിയുമ്പോ അരിച്ചാ മതിയേ. അമ്മ തേങ്ങാ ചേട്ടുണ്ടാകുമ്പോൾ ശരണ ഒരു കാര്യം ചെയ്യണം. അമ്മേനെ അവിടെ അമ്മ നിൽക്കണ കണ്ട് അവിടെ വേറൊരു സാധനം അവിടെ ഇരിപ്പുണ്ട്. അത് എന്നാണ് അപ്പൊ തേങ്ങാ ചേട്ടുണ്ടാലും അണ്ടിപ്പരിപ്പ് ഒരുപോലെ നടക്കുമല്ലേ. കുപ്പി മാത്രമേ കാണത്തുള്ളൂ. ഇനി പായസത്തിൽ ഇടുമ്പോഴേ എടുക്കുള്ളൂ അല്ലേ അമ്മ? പായസത്തിൽ കുറവ് വന്നാൽ ചിലപ്പോൾ ഞാനെങ്ങനെ ഇനി വഴക്കിട്ടാലാവുന്ന. ഞാൻ വഴക്കിട്ട് നീ 1 2 നിങ്ങൾക്ക് ആവശ്യത്തിന് കഴിക്കുക. അതന്നെയാ. എത്ര വിസില് കേട്ടു ഇതിപ്പോ എന്തില്ലേ? ആണോ? പിന്നെ വീഡിയോ ഞാൻ എടുക്കാം. എന്നിട്ട് തേങ്ങ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞത്. തേങ്ങ അമ്മ ചെരുണ്ടി തന്നല്ല. അത് തേങ്ങ പാനിയൊക്കെ. ഇത് തേങ്ങ പുറത്തിടാൻ. ആ തേങ്ങ കൊത്തിനാ. അപ്പൊ എനിക്കും ടിക്കറ്റ് വെച്ച്. അപ്പൊ ഞാൻ കൊത്തൊക്കെ റെഡിയാക്കി തരാം. ആ ശരി. രണ്ടുപേരും പിച്ചാത്തി എപ്പി നടക്കുക. കൊറേ വേണം. തേങ്ങ നല്ലായിട്ട് അതിന്റെ അടിയിലുണ്ട്. ആ അരിമാരി ഇവിടെ ഈ വിസിലിന്റെ
അരിയും. അപ്പൊ ഞാൻ വാദിക്ക പോയിരുന്ന് ഇത് അരിയാം, കാഴ്ചയും കാണാൻ. സ്വസ്ഥമായിട്ട് അരിയാം. അപ്പൊ അങ്ങോട്ട് കൊണ്ടുപോവാ. അച്ഛൻ്റെ കുറേ മുണ്ടും ഷർട്ടെല്ലാം അതെടുക്ക. ആ ഉണ്ട്, അതെടുക്കാൻ പോകുന്ന പോക്ക. വാഷിംഗ് മെഷീൻ കേടായതോടെ എത്ര മുണ്ടാണോ അപ്പുറത്തെല്ലാം കിടപ്പുണ്ട്, സൈഡിലെല്ലാം കിടപ്പുണ്ട്. എന്തേ പോയാ? അവിടെ കിടക്കാണ്, ഈ സൈഡിൽ കിടക്കാണ്, എല്ലാം ഉണ്ട്. ഒരാൾ കുത്തിയിരുന്ന് തേങ്ങ എനിക്ക് വേണ്ടി എടുത്തു തരുന്ന കണ്ടോ? വേറെ ഉണ്ട്, ഞാൻ വലുതായിട്ട് കണ്ട ഒക്കെ ഞാൻ ചെയ്തത്. മതി മതി, തേങ്ങ തീർക്കല്ലേ തേങ്ങയുടെ വിലക്ക്. അപ്പൊ നമുക്ക് ഇതിനെ അരിഞ്ഞാ പോരെ? അരിയണം. ഇത് മൊത്തം എടുക്കാം. അയ്യോ വേണ്ട വേണ്ട, മതി മതി. തേങ്ങ എടുക്കാൻ പറഞ്ഞു, ആ തേങ്ങ മൊത്തം എടുത്ത്. കണ്ടോ നിങ്ങൾ? കണ്ടോ? വട്ടത്തിലെടുത്തു. ഇതിന്റെ ഇടക്ക് അച്ഛൻ അകത്ത് പോയച്ചും പിന്നെയും വന്നു. അച്ഛൻ ഇവിടെ നീട്ടി നിൽക്കിയാലെന്ന് ഓട്ടാണ്. അല്ല വർത്തമാനം വരെ അരി. എന്നാ ആ പാത്രം ഇങ്ങനെ എടുത്ത്. അല്ല ഞാൻ അരിയട്ടെ. അല്ല, അമ്മ കൊണ്ടു തന്ന പാത്രം എന്തി? അമ്മ കൊണ്ടു തന്ന പാത്രം എന്തി? അതില്ല, അവിടെ ഉണ്ട്. അതെടുത്ത് അരിഞ്ഞോളാം, ഞാൻ അരിഞ്ഞിട്ട് അതിലോട്ട് ഇട്ടോളാം. അതെടുത്ത് മാറ്റിയായിരുന്നു. ഞാൻ അരിയാം. എന്നാ അരിയോ? ആ, ഞാൻ തേങ്ങ പൂളി തന്നിട്ടുണ്ട്, അരിഞ്ഞോളണം. ഏറ്റവും ലാസ്റ്റ് എനിക്കറിയാം അരിയാൻ കഴിയത്തില്ലാത്തോണ്ട് എന്താ തരുമെന്ന്. അരിയനൊക്കെ താഴെ പോയാണ് ശരണ്യ. പിന്നെ ശരണ്യൊക്കെ പണിയാണ്, ഇവിടെ തൂക്കേണ്ടി വരും. അരിയോ? അരി. അമ്മ, ഈ തേങ്ങ അരിയാനൊന്ന് സഹായിച്ചമ്മ. അച്ഛനോട് പറയാം. അച്ഛൻ എവിടാണ്ട് പോയിട്ട് വന്നു. അച്ഛൻ വീട്ടിൽ ഇരിക്കത്തില്ല. അതെ അതെ, അച്ഛൻ ദേ വന്നിട്ടുണ്ട്. അച്ഛ, ഈ തേങ്ങ ഒന്ന് അരിഞ്ഞു തന്നെ അച്ഛ. ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറച്ച് അരിഞ്ഞതുണ്ട്, അത് ഞാനൊരു പാത്രത്തിൽ ഇട്ട്. ഞാൻ ഇത്ര അരിഞ്ഞോ? അതെ കണ്ട, ഞാൻ പാത്രം. അച്ഛൻ അരിന കണ്ട, പെട്ടെന്ന് അരിയുന്ന. ഇത് ചെറിയ പീസാക്കണം. അല്ല, ചെറിയ പീസാക്കണല്ലേ കനക്കൂടിപ്പോയി. അല്ലേ എനിക്ക് രണ്ടുപേരും അരിയുണ്ട്, ഞാൻ തന്നെ അരിയ. എന്നാ ശരണ്യ വന്നിരുന്നു. രണ്ട് കത്തി ഉണ്ടല്ലോ അരി. എനിക്ക് ആ കത്തി വേണ്ട, എനിക്ക് മറ്റേ കത്തി ഉണ്ടല്ലോ. ചെല്ലി. ആ, നിങ്ങൾ രണ്ടുപേരും ആകുമ്പോ കുഴപ്പമില്ല. അച്ഛനും മകളുമാണ്, പാചകം ചെയ്യാം, മിടുക്കനും മിടുക്കി. അല്ലേ, അച്ഛനും മകളുമാണ്, പാചകം ചെയ്യാം, മിടുക്കനും മിടുക്കി. ഞാനും അമ്മയും. അമ്മനെ കൂട്ടണ്ട, ഞാൻ അമ്മ ചെയ്യും പണി. എന്റെ അത് ഇവമേ. അപ്പൊ ഞാൻ പണി ചെയ്യാത്തതാക്കി. അച്ഛൻ അതിന്റെ ഷോപ്പിംഗ് ആണ് കേട്ടാ. ആ പാവം, വാഷിംഗ് മെഷീൻ കേടായതുകൊണ്ട് അമ്മയാണ് ഇപ്പൊ ചെയ്യണത്. അല്ലെങ്കിൽ ശരണ്യ മെഷീനായിട്ടാണെങ്കിൽ അമ്മക്ക് മേലായിരുന്നപ്പോ കൊറേ തുണിയൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റിയൊക്കെ ഇട്ടതൊക്കെ ഉണ്ടായിരുന്നു കൊറേ. ശരണ്യ കൊറേ മിഷ്യത്തായിട്ട് ചെയ്തായിരുന്നു. ആ മിഷ്യത്തെ അലക്കാൻ പറ്റാത്ത അച്ഛന്റെ വെള്ള ഷർട്ടൊക്കെ. ആ എന്നെ പോലെ. ഇന്ന് ഞാൻ ഇത്രയും വയസ്സായപ്പോ പാന്റ് കയറ്റി നടത്താൻ പോയി. അച്ഛൻ പാന്റ് ഇട്ട അടിപൊളിയായിരിക്കും അച്ഛാ. അതിന്റെ ആൾക്കാർ പറയാനോ മറ്റേ എന്നാണ് സിനിമ നടന്റെ ഒക്കെ പേര് പറയാ അല്ലേടാ. എന്നിട്ട് എനിക്ക് നേരെ വഴിയാ പോവാൻ പറ്റില്ല. എന്നാലും വേറൊരു കാര്യമുണ്ട് അച്ഛാ. പ്രധാനമന്ത്രി അല്ലെന്ന് പാന്റ് ഇടണോണ്ട് ഒത്തിരി നല്ല കാര്യങ്ങളുണ്ട്. ഞാനൊക്കെ ഇങ്ങനെ ശീലിച്ചു പോയി. നമ്മൾ അതെ ഈ വെള്ളം കൊണ്ട് നമ്മൾ സാധാ വേഷം ആയ അതാണ് നമ്മൾ അങ്ങനെ ശീലിച്ചു പോയി. ഇപ്പൊ അമ്മയാണെങ്കിലും നേരത്തെ വീട്ടില് സാരി മാത്രമേ കൊടുക്കുള്ളൂ. ആ ഈയിടെ കുറച്ചു നാളെ ആയുള്ളൂ നൈറ്റി ഒക്കെ ഇടാൻ. ചൂടുള്ള സമയം വന്നില്ലേ, അതങ്ങനെ പറഞ്ഞ് മേടിപ്പിച്ച് അങ്ങനെ ആദ്യം ഇട്ടു. പിന്നെ ഇപ്പൊ അതല്ല,
ഇപ്പൊ നൈറ്റ് മതി നമുക്ക്. ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ട 5-6 മേടിച്ചിട്ടുണ്ടല്ലോ. ആണ് ഞാൻ മേടിച്ചതാ നിങ്ങളെ. ശരണ്യ ഒരെണ്ണം മേടിച്ചു കൊടുത്ത അമ്മക്ക്. ഇവിടെ ഇഷ്ടംപോലെ വേണ്ട. ഓണത്തിന് ആദ്യം തന്നെ ശരണ്യ മേടിച്ചു കൊടുത്തല്ലേ? നിങ്ങൾ ഓണത്തിന് കാണിച്ചാൽ ഇപ്പഴേ കാണിച്ച അതിന്റെ ഇത് പോകും. ഓണത്തിന് അന്ന് തിരുവോണത്തിന് അന്ന് രാവിലെ ശരണ്യ മേടിച്ചതേ ഇടാവുള്ളെന്നൊക്കെ പറയണ ഞാൻ കേട്ടായിരുന്നു. അന്നാര എല്ലാരെയും കാണിച്ചു തരാം. അമ്മയുടെ ആളല്ലേ, മനസ്സിലായോ? എനിക്കൊരു കുശുമ്പില്ല. ഞാൻ എല്ലാത്തിനും കുശുമ്പ് പിടിക്കണം. കുശുമ്പാണ് അങ്ങനെ. ഞാനെന്തിനാണ് നിങ്ങൾ ചെയ്യണ നല്ല കാര്യത്തിന് നല്ലതാണെന്ന് പറയും. അച്ഛൻ തേങ്ങ താഴെയൊക്കെ അല്ല ഇട്ടിരിക്കുന്നു. അത് പോട്ടെ. ഞാൻ അതാ തെറിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. അതെ അതെ. എവിടെ ശരണ്യ അരിഞ്ഞത്? അയ്യോ ഇത് വലിയ പീസാണ്. അച്ഛൻ ചെറിയ പീസായിട്ടാണ് അതില് പോയി മകള്. അതില് ശരണ്യ കുഞ്ഞ് തോറ്റുപോയി. ശരണ്യ കൊച്ചു തോറ്റുപോയി. ശരണ്യടത് ഇച്ചിരി വലിയ പീസായി പോയി. രണ്ടും കൂടി ഇട്ടെന്നാ കുറച്ച് മൂക്കാതെ വരും, കുറച്ച് മൂത്തത്. ഇതെന്നറിയോ, ഞാനാണ് ചെയ്തത് പറ്റി കൂട്ടാൻ വേണ്ടിയാണ്. അല്ല പായസം ശരണ്യയുടെ വകയാണെന്ന് പറഞ്ഞു. പക്ഷെ തേങ്ങ അരിഞ്ഞത് നേരാണ് കേട്ടാ. ഇച്ചിരി മാറ്റി വെച്ചാ ഒത്തിരി വേണ്ട. ഞാൻ അങ്ങോട്ട് പൂളാൻ തുടങ്ങിയപ്പോ അങ്ങോട്ട് പൂളിപ്പോയി. ചെറിയ പായസം, ഒത്തിരി വലിയ കൂടുതൽ പായസം ആര് കഴിക്കാനോ? പിള്ളേർ വരുമ്പോ പിള്ളേർക്കും കൊടുക്കാം. എന്നാലും നമ്മള് 8 പേർക്ക് കഴിക്കാനായിട്ട് പോരെ. ഒത്തിരി നമ്മള് ഒരു ശർക്കരയാണ് ഇത്, ഷുഗർ ഉണ്ടാക്കണ സംഭവങ്ങളാണ്. പിള്ളേര് കഴിക്കട്ടെ, കുഴപ്പമില്ല. പിന്നെ താഴെ വീണത് കളഞ്ഞേരെ. ശരണ്യയുടെ ചെറുപ്പത്തെ അത്തപ്പൂക്കൾ ഇടയില്ലെങ്കിൽ അത്തപ്പായസം. ശരണ്യക്ക് ഇഷ്ടാണ്. ശരണ്യക്ക് വെള്ള പായസാണ് അല്ലേ? ശരണ്യ എന്താലോചിച്ചെന്നാലും ശരണ്യ പറയണത് മേടിച്ചു തരുന്നില്ലേ? മേടിച്ചു തരുന്നില്ലേ? നേരെ പിച്ചാത്തി താഴെ വെച്ചു. അമ്മ അതെ തുണിയൊക്കെ ഉണക്കി. എന്തേമ്മ കാണിച്ചേ? ഒന്ന് അവിടെ നിന്ന് കാണിച്ചേ. ആഹാ, ഇത്രയും ഡബിളൊക്കെ കഴിയ. പാവം വാഷിംഗ് മെഷീൻ കേടായ കാരണം അമ്മയാണ് തുണിയൊക്കെ കഴുകണത്. ആണോ? സ്റ്റൗ ഓഫാക്കി അല്ലേ? തണുക്കാൻ വേണ്ടി അല്ലേ? ആഹാ, നല്ല അടിപൊളിയായിട്ട് വെന്ത്. ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല. ആഹാ, നന്നായിട്ട് വെന്തല്ലേ? ശരണ്യക്ക് ഇളക്കാൻ പാടാണ്. അച്ഛനുണ്ട്. ഇന്ന് പാചകം കണ്ട തകർത്തണ്ടിരിക്കുക 3 പേരും കൂടി. ഇത് കണ്ട പായസത്തിനുള്ള ആ ഒരു തിരക്ക് കണ്ട ഈ വീട്ടില്. ഇതാണ് അത് കാരണം 3 കൂടി ഭയങ്കര തിരുതിയിട്ടുള്ള പായസം വെപ്പാ. അച്ഛനൊന്നും ഇല്ലേ? എന്നാ ഞാനോർത്ത് അച്ഛനൊന്നും പായസം ഇല്ലേ. ഈ ചെറുപയർ വേവിച്ചപ്പോ തന്നെ ശരണ്യയുടെ ആ ഇത് കാണണം. അപ്പൊ ഇത് ഇച്ചിരി ശർക്കര ഇട്ടൊക്കെ ഇളക്കി പായസം ആയിട്ടാണ് എന്തായിരിക്കും ശരണ്യ? അങ്ങനെ ഞാൻ കല്ലാലിട്ട് ജീരകവും ഏലക്കായും പൊടിച്ചു വെച്ചിട്ടുണ്ട്. നമുക്കപ്പം ഇത് പയറിനകത്തോട്ടിന് നമുക്ക് ശർക്കര ഒഴിക്കാം. പയർ നല്ല വെന്ത് കുഴഞ്ഞു കിടക്കുകയാണ് അല്ലേ? ശർക്കര അരിച്ചൊക്കെ വെച്ചിരിക്കുകയാണ്. അരിച്ചു വെച്ചത് പറഞ്ഞില്ല അഞ്ഞല്ലേ? വേണേ ഇളക്കാൻ അച്ഛനോട് പറയാം.
ആ ഞാൻ ഇളക്കി തരാം. ശരണ്യ ഇങ്ങോട്ട് മാറുന്നില്ല. അപ്പൊ ശരണ്യയുടെ മനസ്സിലെന്നാ അറിയോ, ആ. അച്ഛനോട് വന്ന് ഇളക്കുമ്പോ അച്ഛൻ വെച്ചതായിട്ടേ വരുള്ളൂ. കറക്റ്റ്. അല്ല അല്ല ശരണ്യയുടെ മനസ്സ് വായിച്ചച്ഛൻ. അമ്മക്ക് പിന്നെ ഒരു പരാതി അല്ലേ, പരാതി ഇല്ല, പരിഭവവും ഇല്ല, കിട്ടണം മേടിച്ച് കഴിക്കുക അല്ലേ മേ? അല്ല അമ്മക്ക് കഴിക്കാൻ പറ്റിയല്ലോ. എന്താ അമ്മക്ക് കഴിക്കാൻ പറ്റിയ അമ്മക്ക് ഷുഗർ ആണെങ്കിലും ഇച്ചിരിയൊക്കെ കഴിക്കാം. അല്ല ഇപ്പൊ ഷിജു അമ്മക്ക് ഷുഗർ ആണെങ്കിലും ഇച്ചിരി കഴിക്കാൻ, അല്ലാത്തപ്പോ ഷിജു പറയും അമ്മേ ഒറ്റ കഴിക്കാൻ ബഹളം വെക്കണ പോലെ ഇപ്പൊ പറഞ്ഞ കേട്ടാ തിരിച്ച്. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. തേങ്ങാപ്പാലാണോ? അച്ഛൻ പറഞ്ഞ കേട്ടോ ഇച്ചിരി പൊക്കി ഒഴിക്കാൻ. ആ പൊക്കി ഒഴിച്ച് ആ ഇളക്കി കൊടുക്കാം. ആ ഇളക്ക്. അങ്ങനെ തേങ്ങാപ്പാലൊഴിച്ച് പിന്നെ പാലൊഴിച്ച പിന്നെ ഞാൻ കുറച്ച് തേങ്ങാപ്പാലിന്റെ ഇതും കൂടെ ഉണ്ടായിരുന്നു, മിച്ചം ഉണ്ടായിരുന്നു. ആ അപ്പൊ അതും ഞാൻ കൂടി ഒഴിച്ചല്ലേ? ഒഴിച്ചു വേറെ ആ പാത്രത്തിൽ. ആ എന്നാ ശരി. ജീരകം ഏലക്കായും കൂടെ ഇതിന്റെ പുറത്തേക്ക് ഇടാൻ പോവാം. ആ പുറത്തേക്കല്ല പായസത്തിലാണ്. ആ പായസത്തിനകത്ത്. അങ്ങനെ ഇട്ട് നീ ഇളക്കി കൊടുക്കുക അല്ലേ? അങ്ങനെ ശരണ്യയുടെ സ്പെഷ്യൽ ചെറുപയർ പായസം, ഇനി തിളക്കട്ടെ. അത്തപ്പായസം അല്ലേ? അത്തത്തിന്റെ ദിവസം ഇണക്കിയ കാരണം അത്തപ്പായസം എന്നാണ് നമ്മൾ പേരിട്ടിരിക്കുന്നത്. വറക്കണ്ണയിലിട്ട് ആ തേങ്ങ വറുക്കണം. ആ തേങ്ങ മാത്രം വറുത്താൽ മതി, അണ്ടിപ്പരിപ്പൊക്കെ വറുക്കണ്ടേ? വറക്കണം. ആ അത് ഇതൊന്നുകൂടി ഇളക്കാനുണ്ട്. ഇതേ സൈഡൊന്നും ആ പാലിൻ്റെത് അങ്ങനെയുണ്ട്. ആ ആ ശരണ്യൊക്കെ കാണാൻ പറ്റാത്ത കൊണ്ടാണ് കേട്ടോ. ആ അതെ അതെ അച്ഛൻ ഇളക്കി തരാം. എന്നാലും എന്റെ കയ്യിൽ എല്ലായിരിക്കാൻ പറ്റിയല്ല. ആണല്ലേ? ഞാൻ ഇളക്കിയപ്പോ നല്ല കറക്റ്റ് ആയിട്ട് എല്ലാം നോക്കിയുണ്ടല്ലോ. അതെ അതെ അമ്മയും പറ്റേ നിപ്പുണ്ട് കേട്ടാ. അമ്മ ഇച്ചിരി അകന്ന് നിക്കിയാണ്, എന്താന്നറിയാൻ മേല, അതാണ് വീഡിയോയിൽ കാണാത്തത്. അവര് രണ്ടുപേരും ചെയ്യുന്നുണ്ട്. പിന്നെ ശരണ്യ എല്ലാം ചെയ്യണ കാരണം നമ്മ മാറി നിക്കണത്. അതെ 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 അത് ശരിയാ. ശരണ്യ എല്ലാം ചെയ്തോളും. ആ പിന്നെ അവള് അറിയാത്ത മേലാത്ത കാര്യം അമ്മയ്ക്ക് ചോദിക്കുകയും ചെയ്യും. ആ നെയ്യ് ഒഴിക്കാം. നെയ്യ് ഒഴിച്ച് ശരണ്യ. നെയ്യ് ഒഴിച്ച് എന്തിനാണ് നെയ്യൊക്കെ ഒഴിക്കുമ്പോ പറയണ്ടേ, ഞാൻ ഇച്ചിരി നെയ്യ് ഒഴിച്ചെന്ന് പറയണ്ടേ വീഡിയോയിൽ? ഞാൻ ക്യാമറ എടുത്തില്ല. നെയ്യ് അപ്പൊ ഞാൻ കുട്ടികളെ നെയ്യ് ഒഴിച്ചു. ആ എന്നാ അങ്ങനെയൊക്കെ പറയണം. അല്ലെ എന്തൊക്കെ ചേർത്തെന്ന് പറയണ്ടേ? പിന്നെ പറയണ്ടായോ? ആ അതാണ് ഞാനും ചോദിക്കണം. എന്നൊക്കെ ഇടണമെങ്കിൽ പറയാം. ഇനി എന്നാണ് ഇടണത്? അപ്പൊ എണ്ണ ചൂടാകട്ടെ. ആ അച്ഛൻ പറഞ്ഞ എണ്ണ ചൂടാവട്ടെ. എണ്ണയല്ല നെയ്യ്. കണ്ട രണ്ടുപേർക്കും തെറ്റി. നെയ്യ്. ആ അപ്പൊ നെയ്യ് ചൂടാകുമ്പോ നമ്മുടെ തേങ്ങ അച്ഛനേക്ക് തേങ്ങ എടുത്ത് ഇങ്ങോട്ട് ഇന്ന് ശരണ്യനെ അച്ഛൻ പഠിപ്പിച്ചോണ്ടിരിക്കുക. അച്ഛനാണ് പായസത്തിന്റെ ക്രെഡിറ്റ്. പൈസ ഉണ്ടാക്കുന്നത് ഞാനാ. ആണോ? ആ ശരി ശരി. ഞാൻ നോക്കി നിൽക്കുന്നു. ആ ഇച്ചിരി നെയ്യ് ചൂടാകട്ടെ. നെയ്യ് ചൂടായിട്ടില്ല. ആ അതെ. ഇതായിട്ടുണ്ട്, നിർത്തിയേക്ക്. ആ ആ ആയിട്ടുണ്ട്. ശരി ശരി. നമുക്ക് അച്ഛന്റെ തേങ്ങ ഇടാൻ പോവാം. അച്ഛന്റെ തേങ്ങായ അച്ഛൻ അരിഞ്ഞു വെച്ച തേങ്ങ. അത് കൊള്ളാതെ. അച്ഛൻ്റെത് വേറെ മനസ്സ് തെറ്റിയല്ല, നാക്കും തെറ്റിയല്ല. കാരണം എന്താ അറിയുക, ശരണ്യ അടുത്തത് ശരണ. ശരണ്യ ശരണ്യക്ക് പേര് വീഴും. ശരണ്യ അരിഞ്ഞെന്ന് പറയുവാ. അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞു. അച്ഛൻ അരിഞ്ഞ തേങ്ങ എന്നാ പറഞ്ഞല്ലേ? അല്ല അച്ഛന്റെ തേങ്ങ അല്ല ശരണ്യ പറഞ്ഞല്ല. തെളിവുണ്ട്, വീഡിയോയാണ്. അപ്പൊ എന്നാണെങ്കിലും തേങ്ങ നെയ്യിൽ ഇട്ട് അല്ലെ ഒന്ന് ഇളക്കി കൊടുക്കരുത്. അച്ഛനാണ് ഇളക്കണം. ആരും തെറ്റായിട്ടുള്ള ഇതെഴുതല്ല കേട്ടോ. അത് നാളെ തെറ്റിപ്പോയി കേട്ടോ. അതെ അതെ അതെ. അപ്പൊ അതെ കണ്ടോ തേങ്ങ ഇട്ട് തേങ്ങ ഇച്ചിരി ഒന്ന് മൂത്തിട്ട് കഴിഞ്ഞാൽ തവയെടുക്ക ചെന്നാൽ മൂക്കത്തുള്ളൂ. കൂട്ടുകാരെ യഥാർത്ഥത്തിൽ വീട്ടിൽ നടക്കണ ഒരു കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണിക്കുന്നേ ഉള്ളു കേട്ടാ. അല്ലാതെ ഒരു പായസത്തിന്റെ ഫുള്ളായിട്ടുള്ള വീഡിയോയാണെന്ന്
അല്ലേ? ആ നേരെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നടക്കുന്ന കാര്യങ്ങൾ ദേ അമ്മ ദേ ആ നേരത്ത് ദേ എന്തടിക്കാണ് അമ്മ? അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ആ തിരിഞ്ഞു വേണ്ട അമ്മക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ അമ്മ പെറുക്കിയൊക്കെ വെക്കുള്ളൂ അല്ലേ അമ്മ? ആ നല്ല നെയ്യുടെ ഒക്കെ സ്മെല്ലടിക്കണുണ്ട് കേട്ടാ അല്ലേ? രണ്ടുപേരും കൂടി ബഹളാണല്ലോ. അച്ഛൻ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇളക്കിക്കോളാം. അപ്പൊ തേങ്ങ നമ്മളെ പായസത്തിലോട്ട് ഇടാൻ പോവാ. ആണോ? രണ്ടുപേരും കൂടി തിറുതി പണിയാണ്. പായസത്തിലോട്ട് ഇടിയാണോ? ആ അതൊക്കെ പറയണ്ടേ? കേട്ടില്ല പറഞ്ഞത്. ആ എന്നാ ഇത് ശരണിക്ക് ഇതൊക്കെ തന്നെത്താൻ കോരിയിടുന്നത് ഇഷ്ടമാണ്. അതാണ് അച്ഛനെ കൊണ്ട് ചെയ്യിക്കാത്തത്. ഇങ്ങനെയൊക്കെ ചെയ്യണ ഭയങ്കര ഇഷ്ടമാണ് ശരണ്യ. അതുകൊണ്ട് പാവ അച്ഛനെ കൊണ്ട് ചെയ്യിക്കാതെ ദേ അമ്മതേ എള്ളിരിക്കണമെന്ന് ശരണ്യ. ആ എള്ളി ഞാൻ ഇപ്പൊ പറഞ്ഞ. ആ ആണോ? എള്ളിന്റെ കാര്യം പറഞ്ഞു പോയായിരുന്നു. അപ്പൊ ഞാൻ ഓർമ്മിപ്പിച്ചു. പറയാതെ വയ്യ. നെയ്യുടെ സ്മെല്ല് നന്നായിട്ട് അടിക്കണുണ്ട് കേട്ടാ. അവിടെ ഇല്ല, ആ സൈഡില്ല. അപ്പൊ ഇനി ബാക്കി വേഗം കോരി മാറ്റി നെയ്യൊഴിക്കാൻ പോയാണ്. നെയ്യ് പോരാഞ്ഞ. പോരായിരുന്നു. ആ ബാക്കി എനിക്ക് ദോശ ഉണ്ടാക്കാൻ വേണ്ടി വെച്ചു. ആഹാ ഞാൻ അണ്ടിപ്പരിപ്പ് ഇടാൻ പോവാ. ആ ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു. ആ ഇളക്കിക്കോ. അങ്ങനെ അച്ഛൻ്റെ നേതൃത്വത്തിൽ ശരണ്യ ചെയ്യുന്ന പായസം അല്ലേ? അച്ഛന് ഞാനും കൂടി ചെയ്യണ പായസം കണ്ട. അങ്ങനെങ്കിൽ ഇരുന്നോട്ടെ. ആ ഇപ്പൊ പായസത്തിന്റെ ക്രെഡിറ്റ് മൊത്തം ആർക്കാണ്? ആർക്ക് വരെ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള അത് ശരണ്യ തന്നെ. കേൾക്കാൻ വേണ്ടിട്ടാ. ആർക്കാ പായസം? എന്നാണ് ഞാൻ കണ്ടില്ല. ഞാൻ ഈ കോരി പൈസ ഞാൻ ഇട്ടോളിടും. ഞാൻ ഇട്ടോളിടും. അവിടെ ഇവിടെ ആയിട്ട്. അണ്ടിപ്പരിപ്പ് കോരിയതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. നിങ്ങളുടെ വർത്താനത്തിലായിപ്പോയി. ഇനി നമ്മള് മുന്തിരിങ്ങ ഇടാൻ പോവാ. അച്ഛനാണ് ഇളക്കി കൊടുക്കുന്നത് അല്ലേ? അച്ഛനാക്കി കൊടുക്കും. ആ മതി പൊങ്ങി വന്നു. അപ്പൊ ഇനി അത് കൂടി അതിലിടണം. അങ്ങനെ അച്ഛൻ ഇട്ട് മുന്തിരി കോരി ഇതിലാട്ടിട്ടല്ലേ? ആ നമ്മുടെ പായസം കണ്ട. കുടിക്കാൻ കൊതി തോന്നണ്ട. അതെ 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 വലിയവർക്ക് വരാം കേട്ടോ. അതെ നമ്മുടെ പായസം വന്ന് കുടിച്ചിട്ട് ആര് വന്നാലും പായസം തരാം അല്ലേ? ഇനി ഞാൻ ഇതിടാൻ പോവാ. അതെന്നാ? എള്ള്. ആ കരി ഞാൻ മറന്നുപോയിരിക്കും. എനിക്ക് ഇതിന്റെ പേര് എപ്പോഴും മറന്നു പോകും. ആ എന്നാ എള്ളിട്. ഇത് ഒത്തിരി കഴിഞ്ഞ ഒത്തിരി മൂക്കണ്ട. പൊട്ടാൻ തുടങ്ങി. അത് അവിടെ ഒഴിച്ചോ. നെയ്യ് അവിടെ ഒഴിച്ചോ. അത് മൊത്തത്തിൽ ഒഴിച്ചാ മതി. അച്ഛനാണ് അച്ഛൻ്റെ. ഓ പൊളി, അടിപൊളി അടിപൊളി. അങ്ങനെ പായസം. ആ എന്തായി? എന്താ അമ്മ വന്ന് പായസായെന്നും പറഞ്ഞു. ഇത്രയും കാര്യം ചെയ്ത് കൊടുത്ത് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടിപൊളി അമ്മയെ മാടാക്കും. അമ്മയെ മാടുകളെ നോക്കും കേട്ടോ. ഇനി ശരണ്യ ആ അപ്പ ബാക്കി പറഞ്ഞില്ല. നമ്മുടെ പായസം നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് കുടിക്കണ്ടായോ? അതെ 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 നല്ല പായസം. ആ അതെ അതെ അതെ. അപ്പൊ അത് ഇളക്കി ചേർക്കണം അതിലാട്ടോ അല്ലേ? ആ എല്ലാം കൂടി ഇളക്കി ചേർക്കാം. അമ്മ ഇഷ്ടപ്പെട്ട? അമ്മ കണ്ടപ്പോ തന്നെ ഇഷ്ടപ്പെട്ടല്ലേ? ഇഷ്ടപ്പെട്ടു. നല്ല പായസം. ആ കുടിക്കുന്നതേ ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും 4 ഗ്ലാസ്സിലാക്കി ഞാൻ എടുക്കട്ടെ. ആ ഓക്കെ. അത് വരെ വെയിറ്റ്. ഓ ഓ കണ്ട ശരണ്യ പായസമായിട്ട് വന്ന കണ്ട. കുറവാണല്ലോ ഒരു ഗ്ലാസ്. അത് എടുത്ത് വെച്ചിട്ടുണ്ട്. വീഡിയോ എടുത്ത് കഴിയുമ്പോ വന്ന് കുടിച്ചു. അമ്മേന്തേ? ആര്? ഞാനും ഇപ്പൊ ഇരുന്ന് കുടിക്കും. അമ്മേന്തേ? അമ്മേന്റെ അപ്പൊ അമ്മ വേറെ ഗ്ലാസ്സുമായിട്ടാണോ വന്നത്? അല്ല ഞാൻ അവിടെ എടുത്ത് വെച്ചതേ. ആ കണ്ട ഞങ്ങളുടെ പായസം കണ്ട. അച്ഛൻ കയ്യിലെടുത്ത് കഴിഞ്ഞ്. അപ്പൊ ശരണ്യ അതെ
സ്പെഷ്യൽ പായസ ഓണം ആ അത്തപ്പായസം പായസം എന്ന് പറഞ്ഞാണ് ചെയ്യുന്നത്. ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഞാൻ കുടിക്കുന്ന വേണ്ടായോ? ആ ഞാൻ കുടിക്കുന്ന നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഓ എന്നാ ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. എങ്ങനെ എടുക്കണം? ആ ചൂടാണ് ആ. അങ്ങനെ നേരെ ചൂടാണ്. ആ ഇങ്ങനെ ഊവണം. ഊതണം, ആ പൊള്ളരുത്. സൂപ്പർ. ആണല്ലേ? ചൂടായത് കുറച്ചേ കുടിച്ചോളൂ. ആഹാ, ഞാനൊന്ന് കുടിക്കട്ടെ. അതെ, അച്ഛന് ഇഷ്ടപ്പെട്ട്, അമ്മ കുടിക്കാൻ തുടങ്ങിയില്ലേ? കുടിക്കുന്ന ചൂടാ. നെയ്യൊക്കെ വെച്ച് കൂടിയിട്ടുണ്ട് കേട്ടോ. അല്ലേ? ഇവരെപ്പോഴും 3 പേരും കൂടിയല്ലേ ടേസ്റ്റ് ചെയ്യണം. ഇന്ന് ഞാനും കൂടിയുണ്ട്. ചൂടുണ്ട് കേട്ടോ എന്റെ അതാ ഞാൻ കയ്യിലാണ്. പാത്രത്തിൽ പിടിച്ചത്. ഏയ്, അപ്പൊ ഞാൻ പിടിച്ചോളാം. ഞാൻ നോക്കട്ടെ എങ്ങനെയാണ്. സൂപ്പർ. അടിപൊളി പായസാണ് കേട്ടോ. പറഞ്ഞ അറിയിക്കാൻ പറ്റിയല്ല ആ ഒരു ടേസ്റ്റാണ്. പിന്നെ പക്ക ടേസ്റ്റാണ് കേട്ടോ, സമ്മതിച്ചു. ഞാൻ കൂടി സഹായിച്ചെങ്കിലും ശരണ്യ കൈകൂട് ഈ കയ്യിൽ കേട്ടാ. ഇതുപോലെ നിങ്ങളും ഒന്ന് ഞാൻ ചെയ്യണം അല്ല, കേട്ടോ. ഞാൻ ഒരു കാര്യമുണ്ട്. ഞാൻ ഇത്രയും ഇത് പ്രതീക്ഷിച്ചില്ല. കാരണം അതെ അതെ, ഇത്ര ആരും ഒരു പെട്ടെന്ന് കുറ്റം പറയും ആണ്. ആ രീതി. ഇത്ര ഞാൻ പ്രതീക്ഷിച്ചേ ഇല്ല. ഞാൻ മറ്റൊന്ന് വീഡിയോ വെച്ചുകൊണ്ട് ഞാൻ പറയല്ല. അതെ, നമ്മള് ചെറുപയറ് പായസം ഇങ്ങനെ വരും. ചെറുപയർ പായസം നമുക്ക് വീറില് ഇത് നല്ല ശരിയാ, നല്ലൊരു നല്ല ഇത് കൊള്ളാം കേട്ടോ. അപ്പം നമ്മൾക്ക് ഇനി ചെറിയ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾക്ക് ഞങ്ങൾ 4 പേരും ഹാപ്പിയാണ്. പായസം കുടിച്ചിരിക്കണം. അതെ, അപ്പൊ നമ്മളുടെ ചാനല് കണ്ടോണ്ടിരിക്കുമ്പോ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കണേ. പിന്നെ ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതെ, നിങ്ങളുടെ വിലപ്പെട്ട അതാണ് കമന്റ്. അത് ഞങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ടതാണ്. അപ്പൊ അത് ചെയ്തേക്കണം. നല്ല കമന്റ് ഇടണേ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നുകൂടി ഹായ്. എല്ലാരും ഒരു ഹായ് ഹായ്, ഹായ്, ഹായ്. പിന്നെ എല്ലാരും ഇവിടെ പായസം ഉണ്ടാക്കി നോക്കണം. ഓണമാ, മറക്കല്ലേ. അതെ, അപ്പൊ ഇതിനെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാ. അപ്പൊ അടുത്ത ദിവസം എന്നെയായിരിക്കും. ഓക്കെ. അപ്പൊ ടാറ്റാ.